തൂമ്പുങ്കൽ ഡയറി ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ ഇവിടെ കാണിക്കുവാൻ പോകുന്ന വീഡിയോ, ഈ പശുവിൻ്റെ പേര് കുഞ്ഞുമോള്. ഇന്ന് ഇവിടെ വിശേഷങ്ങളാണ് നമ്മളവിടെ പങ്കുവയ്ക്കുന്നത്. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ പശുക്കളെയെല്ലാം എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്, ഈ പശുക്കളെയൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതാണ് എന്ന ആളുകൾക്ക് ഭയങ്കര സംശയമാണ്. ഞാൻ ഇന്ന് കുഞ്ഞുമോളുടെ ചരിത്രമാണ് പറയാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇവർക്ക് 13 ലിറ്റർ പാല്, രാവിലെ ഒരു നേരം 13 ലിറ്റർ പാലും വൈകിട്ട് 8 ലിറ്റർ പാലും, 21 ലിറ്റർ പാല് ഒരു ദിവസം ഉൽപ്പാദനശേഷിയുള്ള പശുവായിരുന്നു. ഇവളും ഇതുപോലൊക്കെ തന്നെ എൻ്റെ മുമ്പിൽ വന്ന് വിട്ട പശുവാണ്. ഇവളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മേടിക്കുന്നതിന് മുമ്പ് ഈ പശു വന്ന് എൻ്റെ ഒരു തൊട്ട അയൽപക്കത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ മേടിച്ച പശുവായിരുന്നു. പശു മേടിച്ച് കഴിഞ്ഞിട്ട് അവൻ ചെന നിറഞ്ഞിന്ന് പ്രസവിച്ച സമയത്ത് മേടിച്ചതാണ്. അപ്പോഴേക്കും ഇവളെ അവൻ കറന്ന് കഴിഞ്ഞിട്ട് കുത്തിവെപ്പിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 6-7 മാസം ചെന പിടിക്കുന്നില്ല. ചെന പിടിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവന് പിന്നെയും കുത്തിവെച്ചിട്ട് ചെന ഉണ്ട് എന്ന് വിചാരിച്ചു. ഇതിൻ്റെ കാരണം അതിൻ്റെ ചെനക്കളുടെ ഡിസ്ചാർജ് വരുന്നത് കറക്റ്റായിട്ടല്ല. അതിൻ്റെ ഡിസ്ചാർജ് മാസം തെറ്റിയാണ് വന്നുകൊണ്ടിരുന്നത്. ഒരു പശു കൃത്യമായി മതി കാണിക്കുന്നത് ഏകദേശം 18 ദിവസം മുതൽ 22 ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് മതി കാണിക്കുന്ന പശുവാണെങ്കിൽ അതിന് കറക്റ്റായിട്ട് അതിൻ്റെ യൂട്രസ് കറക്റ്റ് ആകുകയുള്ളൂ. യൂട്രസ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ അതിൻ്റെ മതിയക്രം കറക്റ്റ് ആകുകയുള്ളൂ, അതിന് ചെന പിടിക്കുകയുള്ളൂ. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നോക്കിയപ്പോഴത്തേക്കും അവൻ എന്നോട് പറഞ്ഞു ഏകദേശം 2 മാസമായി ഞാൻ കുത്തിവെപ്പിച്ചിട്ട് ചെന കാണുമായിരിക്കും എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും പശുവിന് ഏകദേശം 3 മാസം നോക്കുമ്പോൾ ചെനയില്ല. അതിൻ്റെ കാരണം ഇതിന് പോകുന്ന ആ സമയത്ത് പോകുന്ന ഒരു ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂക്കള പോലൊക്കെ മഞ്ഞ കളറിൽ ഡിസ്ചാർജ് പോകുന്നുണ്ടേ എങ്കിൽ നമ്മൾ ഓർത്തുകൊള്ളുക, ആ പശുവിന് യൂട്രസിന് എന്തെങ്കിലും ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോഴേക്കും ഞാൻ ഒന്ന് കുത്തിവെച്ച് ഞാൻ വീണ്ടും പരീക്ഷിച്ച് നോക്കി, രക്ഷയില്ല. 2.5 മാസം വീണ്ടും എൻ്റെ പോയി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ പശുവിന് യൂട്രോവെറ്റിൻ്റെ ടാബ്, വേറെ ചികിത്സയൊന്നും നടത്തിയില്ല, യൂട്രോവെറ്റിൻ്റെ ടാബ്, യൂട്രോവെറ്റ് എന്ന ഒരു ടാബ്ലറ്റ് കൊടുത്തു. ഏകദേശം ഒരു ചെറിയ ഗുളികയായിരുന്നു. 10 ഗുളിക വീതം രാവിലെയും 10 ഗുളിക വൈകിട്ടും കൊടുത്തു. അങ്ങനെ 5 ദിവസം കൊണ്ട് 100 ഗുളിക കൊടുത്തു. അത് കഴിഞ്ഞതിൻ്റെ 22-ാം പക്കം പശു ആദ്യത്തെ ചെനക്കോള് കാണിച്ച് കുത്തിവെപ്പിച്ചില്ല. പിറ്റേ പ്രാവശ്യം പശു കറക്റ്റായിട്ട് ചെനക്കോള് കാണിച്ചു. ഒറ്റ കുത്തിന് ചെന പിടിച്ചു കഴിഞ്ഞ പ്രാവശ്യം. അങ്ങനെ അവൾ അവിടെ വന്ന് എനിക്ക് ചെന നിറഞ്ഞ് പ്രസവിച്ചു. എനിക്ക് 13, 8, 21 ലിറ്റർ പാല് കഴിഞ്ഞ പ്രാവശ്യം കിട്ടി. അന്നൊക്കെ പശു ഭയങ്കരമായിട്ട് ഇളകി ഇഷ്ടംപോലെ പശു ഉള്ള കാലമാണ്. അന്നൊക്കെ ഈ പശുവിനെ കിട്ടണമെങ്കിൽ അന്നൊക്കെ ഈ പശു നമ്മൾ സാധാരണഗതി വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ വേറൊരാളും ഉണ്ടാവും നോക്കി ഒന്ന് കുത്തിവെപ്പിച്ച് 2 കുത്തിവെപ്പിച്ച് ചെന പിടിക്കാതെ വരുമ്പോൾ അതിനെ വെട്ടാൻ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ഒന്നര തന്നെ വെട്ടുകാരുടെ അടയെ കൂടെ ചെന്നങ്ങ് ആ വഴി അതിൻ്റെ അധ്യായം അടഞ്ഞു പോകുകയുള്ളായിരുന്നു. ഞാൻ ഇങ്ങനെയുള്ള പശുക്കളെ മേടിച്ചിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്റുകൾ കൊടുത്ത് എല്ലാ പശുവിനും യൂട്രോവെറ്റ് കൊടുത്ത് അതിൻ്റെ യൂട്രസ് കറക്റ്റ് ആണോന്നില്ല. പിന്നെ അതിനുശേഷം പശു പ്രസവിച്ചൊരു പശുക്കുട്ടിയെ എനിക്ക് കിട്ടി. അതിനെ ഞാൻ വളർത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വീണ്ടും ഇവളെ ഞാൻ മേടിച്ച് പശു പ്രസവിച്ചൊരു 6 മാസം 5 മാസം കഴിഞ്ഞ് 6 മാസമാകുമ്പോൾ കുത്തിവെക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവക്ക് ഒരു യൂട്രോവെറ്റിൻ്റെ ടാബ് ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത പോലൊക്കെ തന്നെ ഞാൻ 100 ഗുളിക മേടിച്ച് കൊടുത്തു. ഒറ്റ കുത്തിവയ്ക്ക് തന്നെ ചെന പിടിച്ചു. അതാണ് ഇവിടെ ചരിത്രം. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 7 മാസം ചെനയായിട്ട് നിൽക്കുന്നു. 7 മാസം. മറ്റേ നമ്മുടെ വലിയ പശു 15 ലിറ്ററുകാരി പ്രസവിച്ച് ഏകദേശം 1 മാസം കഴിയുമ്പോഴേക്കും ഈ പശു പ്രസവിക്കും. ഇനി ഞാൻ നിങ്ങളോട് വലിയൊരു കാര്യം പങ്കുവയ്ക്കാൻ പോകുന്നത്, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കും. വളരെ രസകരമായ ഒരു കാര്യമാണ്. അതായത് ഒരു റിട്ടയർഡ് ഡോക്ടർ കാണിച്ച മണ്ടത്തരങ്ങളെപ്പറ്റി ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോവുകയാണ്. നമ്മൾ ഡോക്ടർമാരെ വിളിക്കുമ്പോൾ എപ്പോഴും മാക്സിമം നല്ല അറിവുള്ള ഡോക്ടർമാർ, നമുക്ക് പൂർണ്ണ ഗൗരവമുള്ളവരെ മാത്രമേ വിളിക്കാവുള്ളൂ. പ്രത്യേകിച്ചും പശു പ്രസവിക്കുന്ന സമയത്ത്. ഇപ്പോഴത്തെ വളരെ നല്ല ചെറുപ്പക്കാർ, നല്ല ലേഡീസ് ഡോക്ടേഴ്സുണ്ട്, നല്ല മിടുക്കന്മാർ ചെറുപ്പക്കാർ ഡോക്ടേഴ്സുണ്ട്. ഇപ്പം ഞങ്ങളുടെ പഞ്ചായത്തിലിരുന്ന ഡോക്ടർ വളരെ നല്ലതാണ്. ഇതിനു മുമ്പ് ഞങ്ങൾക്കിവിടെ അടുത്ത് തന്നെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ സുബിൻ എന്ന് പറയും. അദ്ദേഹം വളരെ ചെറുപ്പക്കാരനായിരുന്നു, ഭയങ്കര മിടുക്കനായ മനുഷ്യനായിരുന്നു. അദ്ദേഹമാണ് ഞാൻ ഏകദേശം ഇന്ന് ഈ നിലയിലേക്ക് വരുവാൻ നല്ലൊരു കാരണക്കാരൻ എന്ന് തന്നെ ഞാൻ എടുത്തു പറയുകയാണ്. അതുപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അന്ന് കാലത്ത് ഞങ്ങൾക്കൊരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു, ഒരു റോസമ്മ ചേച്ചി. അന്ന് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു അവാർഡ് കിട്ടി. ഞാൻ അന്നും ഇതുപോലെ തന്നെ ഞാൻ ഇവരുടെ 2 പേരുടെയും പേര് പറഞ്ഞു. അവർ 2 പേരും എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടറിൻ്റെ ക്ലാസ്സാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ളത്. അതുപോലെ തന്നെ റോസമ്മ ചേച്ചി എന്ന് പറയുന്ന ആ ഒരു മെമ്പറുടെ ഒരു പ്രചോദനവും എനിക്ക് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. എനിക്കിവിടെ അടുത്ത് തന്നെ ഒരു സുഹൃത്തുണ്ട്. ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് ഒരു ഫാമിലി ഫ്രണ്ടാണ്. അവിടെ ഒരു പശു, ഒരു കൃഷ്ണഗിരി, ഇത് എൻ്റെ കൂട്ട് തന്നെ നല്ലൊരു ഫാം നടത്തുന്നതാണ്. എൻ്റെനൊക്കെ കഴിഞ്ഞ് ബെറ്റർ ആണെങ്കിലേ ഉള്ളൂ. എൻ്റെ ഫ്രണ്ടിന് ഒരു 10-15 പശുക്കളുണ്ട്. ഒരു ദിവസം വൈകിട്ട് അവർ കൃഷ്ണഗിരിയിൽ നിന്ന് 3 പശുക്കളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കൃഷ്ണഗിരിയിൽ നിന്ന് 3 നല്ല പശുക്കളെ കൊണ്ടുവന്നിട്ട് ഒരു പശു പ്രസവിക്കാൻ നേരം ഇതുപോലെ തന്നെ പശു ഭയങ്കര കോംപ്ലിക്കേറ്റഡായി. ആ സമയത്ത് ഇതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്. ഡോക്ടർ വന്ന് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് രക്ഷയില്ല. അപ്പോൾ ഏതായാലും ദൈവത്തിൻ്റെ കൃപ, ആ പശുവിൻ്റെ ഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ മിടുക്കല്ല.
ഉടനെ തന്നെ ഫ്രണ്ട് ഉടനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ കാണും ഷിബു, പെട്ടെന്ന് ഇവിടെ ഏകദേശം ഒരു 6:30 വൈകിട്ടൊരു 6:30 സമയമായി, ഒരുമാതിരി മഴ പെയ്തൊരു ആ ഒരു കാലാവസ്ഥയായിരുന്നു. പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാമോ, എൻ്റെ പശു ഇങ്ങനെ ആകെപ്പാടെ പ്രശ്നമായി, കൃഷ്ണഗിരി ഇങ്ങനെ പ്രസവിക്കാനൊരുങ്ങുന്നു, കോംപ്ലിക്കേറ്റഡ് ആണ്, കിടാവ് പോരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ എൻ്റെ ഈ 2 കൊച്ചു പിള്ളേരെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ സ്കൂട്ടർ എടുത്ത് വിട്ടടിച്ച് അവിടെ ചെന്നു. ഞാനവിടെ ചെന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു 25-30 പേരുണ്ട്. അവർ കിടാവിനെ കെട്ടി വലിക്കുന്നു, കയറിട്ട് വലിക്കുന്നു, ഡോക്ടർ വലിച്ചോ എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം. ഞാൻ ചെന്ന് നോക്കി, നമ്മളെ ഡോക്ടറൊന്നും അല്ലല്ലോ, ഡോക്ടർ വലിയ റിട്ടയർഡ് ഡോക്ടർ ഇപ്പറ നിൽക്കുകയാണ്. അപ്പോൾ ഒരു കൈ മാത്രം പോകുന്നുള്ളത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു കൈ പോന്നിട്ടുണ്ട്. ഇവർ വലിച്ചിട്ട് ഒരു കൈ മടങ്ങിയിരിക്കുകയാണ്. ജന്മം ചെയ്ത പശുവിൻ്റെ തലയും കിടാവിൻ്റെ തലയും ഈ കൈ ഇങ്ങോട്ട് പോരുന്നില്ല. ഞാൻ ഉടനെ തന്നെ ഈ ഡോക്ടറോട് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, അയ്യോ ഡോക്ടറെ, ഇത് പോരത്തില്ലല്ലോ, എൻ്റെ മറ്റേ കൈ ആ യൂട്രസിനകത്തും തിരിച്ചെടുത്താലല്ലേ പശു കിടാവ് പോരുള്ളൂ, അല്ലെങ്കിൽ ഈ പശു കിടാവ് പോരത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല, വലിച്ചാൽ മതി എന്ന് പറഞ്ഞു. വലിക്കുക. അപ്പോൾ ഏതാണ്ട് 10-25 പേര് നിൽപ്പുണ്ട്. പശു ആകപ്പാടെ അസ്വസ്ഥയായി നീണ്ടു നൂർന്ന് കിടന്ന് വലിയൊരു പശുവാണെന്ന് ഓർക്കണം. ഞാൻ ഭാഗ്യമോ നിർഭാഗ്യമോ നമ്മുടെ ഞാൻ പിന്നെ ഡോക്ടറെ നോക്കിയില്ല. ഞാൻ ഉടനെ വലിച്ചുകൊണ്ടിരുന്ന അവരുടെ പണിക്കാരനോട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചേട്ടാ, ഞാൻ ഒന്ന് കൈയിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വലിയ പശുവാണ്, ഞാൻ കൈയിട്ട് നോക്കുമ്പോൾ എൻ്റെ പിള്ളേർ എൻ്റെ കൂടെയുണ്ട്. അപ്പം ഞാൻ പിള്ളേരോട് പറഞ്ഞു, പിള്ളേർ നല്ല എക്സ്പീരിയൻസ്ഡാണെന്നുള്ളവർ നിങ്ങൾക്കറിയാലോ. അപ്പോൾ പിള്ളേരുണ്ട്, അച്ഛൻ കൈയിട്ട് വെച്ച് കിടാവിനെ എടുക്കാമെന്ന് നോക്കാൻ പറഞ്ഞു. ഞാനപ്പം തന്നെ കൈയിട്ട് യൂട്രസിനകത്ത് നമ്മൾ തപ്പിയപ്പോഴത്തേക്കിന് ഈ ഒരു കൈ ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ മടങ്ങിയിരിക്കുവാണ്. ബാക്കി ഭാഗം മാത്രമേ പോകുന്നുള്ളൂ, ഒരു തരത്തിലോ പോരത്തില്ല. ഞാൻ ആ കൈ അവിടെ അകത്തിട്ട് കൈ ഇട്ടിട്ട് തിരിച്ച് അതിൻ്റെ കൈയുടെ ആ കുളമ്പിൻ്റെ അറ്റം നമുക്കറിയാം അതിനകത്ത് കെട്ടി ഞാൻ വലിച്ചിവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ പണിക്കാരനോട് പറഞ്ഞു, ഇനിയും വലിക്കാൻ പറഞ്ഞു. ഏകദേശം തലയും അന്നേരം ആ സമയം കൊണ്ട് നൂർത്ത് കൊടുത്തു. തല ഏകദേശം വന്നിരുന്നാണ്, അപ്പം തലയും കൂടെ നൂർത്ത് കൊടുത്തു. ആ കൈ പുറത്ത് കൊണ്ടുവന്ന് 2 കൈയും കൂടെ വലിച്ച് കിടാവിനെ ഞങ്ങൾ പുറത്തിട്ടു. അപ്പോഴേക്ക് അവിടെ ഇരുന്ന് ഇവരെല്ലാം കൂടി കൂവി, ഡോക്ടറെ കൂവി വിളിച്ചു. ഡോക്ടർ ചാടി ഓട്ടോറിക്ഷയിൽ കയറി. ഉടനെ അവരെൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, എന്താണെങ്കിൽ കൊടുത്തു വിട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ബാക്കി കാണിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഓടിക്കൊണ്ട് 500 രൂപ കൊണ്ട് കൊടുത്തു. പുള്ളി അത് മേടിച്ച് സ്ഥലം വിട്ടു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞത്, ആ സമയത്ത് ഷിബു ഇവിടെ ഒരു ദൈവദൂതനെ പോലെ പ്രത്യക്ഷപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ പശു സത്യമാണ്, ആ പശു അവിടെ കിടന്ന് വലിച്ച് എൻ്റെ യൂട്രസും പറഞ്ഞ് ആ പശു ആർക്കും ഇല്ലാതെ വേദനപ്പെട്ട് ചത്തുപോയതിന്. പശു കിടന്നു കഴിഞ്ഞു. പശുവിൻ്റെ മാശ് പോരാൻ ശകലം ബുദ്ധിമുട്ടായിരുന്നു. പിറ്റേ ദിവസം ഞാൻ വേറെ ഡോക്ടറെ പറഞ്ഞു കൊടുത്തു. ഫ്രണ്ട് ആ ഡോക്ടറെ വിളിച്ച് അതിൻ്റെ ആ മാശ് അടിപ്പിച്ച് കളഞ്ഞ് യാതൊരു കുഴപ്പമില്ലാതെ പശു രക്ഷപ്പെട്ടു. പശുവിനെ അപ്പം തന്നെ വെള്ളം ഒഴിച്ചു. പശു ചാടി എഴുന്നേറ്റു. കാര്യം കിടാവ് ചത്തുപോയി. ഇത്രയും സമയമായതുകൊണ്ട് കിടാവ് ചത്തുപോയി. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളൊരു കാരണം, ഒരു കർഷക സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം വിദേശത്തു നിന്ന് വന്ന് നാട്ടിൽ വന്നിട്ടൊരു പ്രവാസിയായിട്ട് പോയിട്ട് നാട്ടിൽ വന്ന് ഫാം നടത്തിയിട്ട് അദ്ദേഹത്തിനുണ്ടായ ഒരു അവസ്ഥ എന്നോട് പറഞ്ഞു. കിടാവ് ഇങ്ങനെ ഉണ്ടായിരുന്നത് കിടാവിൻ്റെ കാലിങ്ങനെ പുറകോട്ട് വന്നു, കിടാവിനിങ്ങനെ അസ്വസ്ഥതകൾ കണ്ടു. കിടാവിനെ ഡോക്ടറെ വിളിച്ച് വലിച്ചടിപ്പിച്ച സമയത്ത് ആ കിടാവിനെ പിന്നീട് ഏതാണ്ട് മണിക്കൂറുകളെ ജീവിച്ചിരുന്നുള്ളൂ. എൻ്റെ വായിക്കാത്തെല്ലാം മറ്റേ ഈ വേസ്റ്റ് വെള്ളങ്ങളോ ഏതാണ്ടൊക്കെ കയറി ശ്വാസകോശത്തിൽ കയറി അടഞ്ഞിരുന്നു. അതുകൊണ്ട് അത് ഡോക്ടറെ കൊണ്ട് പോലും സാധിച്ചില്ല. പുള്ളിക്ക് ഭയങ്കര സങ്കടം, ആ കുട്ടി ചത്തുപോയി എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടമാണ്. ശരിയാണ്, നമുക്ക് കർഷകർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബോണസാണ് ഒരു കന്നുകുട്ടി. പ്രത്യേകിച്ചും നമ്മൾ ഇങ്ങനെയുള്ള അത് ഈ ഡോക്ടറെ നിങ്ങൾ നമ്മൾ ചിന്തിക്കണം, വളരെ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇയാളെ എന്ത് കണ്ടാണ് ഈ ഗവൺമെൻറ് സർവീസിലോ ഡോക്ടറായിട്ട് അയാൾക്ക് എന്ത് അറിവുണ്ടായിട്ടാണ് അയാളെ കയറ്റിയിരുത്തിയിരുന്നത്? അയാൾ എന്ത് കണ്ടാണ് ഇക്കണ്ട സാലറി മുഴുവൻ മേടിച്ചത്? അയാൾ എന്ത് കണ്ടാണ് ഒരു പെൻഷൻ ഹോൾഡറായിട്ട് ഇപ്പോൾ അയാൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ പെൻഷനും മേടിച്ച് അയാൾ ജീവിക്കുന്നത്? ഇയാൾക്ക് എന്താണ് നമ്മുടെ ലോകത്തിൽ സംഭവിക്കുന്നത്, നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കർഷകരെ, നമ്മൾ ഒരു കാര്യം ചെയ്യുക. നമുക്കിപ്പം നമ്മൾ അത്യാവശ്യ സമയത്ത് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഡോക്ടറെ കിട്ടത്തില്ല. പ്രത്യേകിച്ച് കോംപ്ലിക്കേറ്റഡ് കേസുകൾ വരുന്ന ഒക്കെ മറ്റും രാത്രിയിലും വല്ലാത്ത സമയത്തുമായിരിക്കും ഡോക്ടർമാർ ഒന്നും കിട്ടുകയില്ല. മാക്സിമം നമ്മൾ അറിവുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക. നമ്മൾ പരസ്പരം അറിവുള്ള ആളുകൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക, അറിവുള്ള ആളുകൾ അങ്ങോട്ട് വിളിക്കുക, നമ്മൾ മാക്സിമം ചെന്ന് സപ്പോർട്ട് ചെയ്യുക, കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് ഇന്നത്തെ കാലത്ത് ഈ പശുപരിപാലനത്തിൽ കൂടെ പ്രത്യേകിച്ചും ക്ഷീരമേഖലയിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. എൻ്റെ പ്രിയ കർഷക സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള പശുക്കളുടെ പ്രസവ സംബന്ധമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ വളരെ നല്ല അറിവുള്ള ഡോക്ടർമാരെ കോൺടാക്റ്റ് ചെയ്യണം. വളരെ നല്ല അറിവുള്ള ഡോക്ടറെ കോൺടാക്റ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ ഞങ്ങളുടെ അടുത്ത് ഒരു ഡോക്ടറുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നേ തോന്നുകയുള്ളൂ. ലേഡിയാണ്. നമുക്ക് ഡോക്ടറെ മാഡം എന്ന് വിളിക്കാൻ പോലും തോന്നുകയില്ല, അത്ര കൊച്ചു കുട്ടിയാണ്. എന്തൊരു കഴിവാണ് ഡോക്ടർക്ക്, നല്ല കഴിവുള്ള ഒരു ഡോക്ടർ. അല്ലാതുകൊണ്ട് കുറച്ച് വലിപ്പത്തിലോ സൈസിലോ കുറച്ച് പ്രായത്തിലോ ഒന്നും കാര്യമില്ല. ഒരു റിട്ടയർഡ് ഡോക്ടർ എന്നൊരു നിലയിൽ നമുക്ക് പ്രാധാന്യം കൽപ്പിക്കേണ്ട. നമ്മളെപ്പോഴും നല്ല നല്ല കർഷകർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ നല്ല നല്ല ഡോക്ടർമാരെ കോൺടാക്റ്റ് ചെയ്യുക, നല്ല നല്ല അറിവുകൾ സമ്പാദിക്കുക, ജീവിതത്തിൽ വിജയങ്ങൾ നേടുക.
നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ വരെയും നിലനിർത്തുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുവാൻ വേണ്ടി എന്നെ പ്രേരിപ്പിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ നല്ല നല്ല വീഡിയോസ്, നല്ല നല്ല ടിപ്സ് ഞാൻ നിങ്ങൾക്ക് തരുമ്പോഴേക്കും നിങ്ങൾ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ എന്നൊരു ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ എല്ലാവിധമായിട്ടുള്ള വീഡിയോസും കാണാൻ സാധിക്കും. നിങ്ങൾ മാക്സിമം എൻ്റെ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഇടയ്ക്ക് കൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല ഭാഗങ്ങൾ കിട്ടത്തില്ല. മാക്സിമം നിങ്ങൾ വീഡിയോ മുഴുവനായും കാണുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണും വരേക്കും ഗുഡ് ബൈ.